ഹലോ നമസ്കാരം. ഞാനിന്ന് കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു പരിപാടിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പ്രവൃത്തി പരിചയമേളയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഇതിനൊക്കെയുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാതെ മാറിയിരിക്കുന്ന കുറേ കൊച്ചുങ്ങളുണ്ട്. അപ്പം ആ കുട്ടികൾക്ക് കൂടെ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പരിപാടി കാണിച്ചു തരാൻ പോകുന്നത്. ഈ സംഭവം നമ്മുടെ സാധാ വീടുകളിലുള്ള ഓലക്കാലാണ് ഈ സംഭവം. ഓലക്കാലും മുട്ടിപ്പിന് പകരം ഞാൻ ഈർക്കിൽ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ഫ്ലവേഴ്സ് ഇട്ട് വെക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കാം. അല്ലെങ്കിൽ അത് ഒരു വട്ടി എന്നൊക്കെ വേണമെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇപ്പം ഏറ്റവും ചെറുതാണ് ഉണ്ടാക്കാം. അതിന് നമുക്ക് 8 കീറ്, അതായത് ഒരു ഓലയുടെ 4 ഓലക്കാലിൻ്റെ കീറ് ആണ് നമുക്ക് വേണ്ടത്. അതായത് 8 എണ്ണം വേണം. 8 ഇതള് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടൊക്കെ പോവാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി പഠിക്കുക. നമുക്ക് ഈസിയാണ്. ആദ്യത്തെ ഒരു പാടേ അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് നല്ല ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. സ്റ്റേറ്റ് ലെവൽ വരെ പോയി ചെയ്ത് മേടിച്ചിട്ട് സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള സംഭവമാണത്. ഇവിടെ ഇത് പനയോലയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളോളം നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഇട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഓലക്കാൽ വെച്ച് ഉണ്ടാക്കിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ 4 ഓലക്കീറ് അടുക്കിന് നേരെ വെക്കുക. ഇനി 4 ഓലക്കീറുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമ്മൾ ഒരേ ഓലക്കീറ് മുകളിലാണെങ്കിൽ ഒരെണ്ണം താഴെ ഇട്ട് അത് സെറ്റ് ചെയ്യുക. അത് നിങ്ങളത് നോക്കിയാൽ മതി. ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയും, ഒരെണ്ണം മുകളിൽ ഒരെണ്ണം താഴെ, അങ്ങനെ വരും. അപ്പം അങ്ങനെ 4 എണ്ണം അത് അതിനകത്തോട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ബാക്കി ചെയ്ത് നോക്കുക. അപ്പോൾ ഒരെണ്ണം കയറ്റിയതിൻ്റെ അടുത്ത ഭാഗം വരുമ്പോഴത്തേക്ക് ആ ഓലക്കീറിൻ്റെ അടിയിൽ വേണം നമ്മൾ അടുത്ത എടുക്കുന്ന ഓലക്കീർ പോകാൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് നോക്കിക്കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഓല മുടയുന്നതിൻ്റെ അതേ മെത്തേഡിലാണ് ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോസ് നിങ്ങൾ നേരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഈസിയാണ് സംഭവം. നമുക്ക് ആദ്യത്തെ ഈ ഒരു പാടയുള്ളൂ, ഇത് സെറ്റ് ചെയ്യുന്ന പാടയുള്ളൂ. നോക്കിയാൽ മതി. നമ്മൾ ഓല മുടയുന്നുണ്ടെങ്കിൽ ഒരു ഓല മുകളിൽ കൂടെ പോവുകയാണെങ്കിൽ അടുത്ത ഓല ഇടുമ്പോൾ താഴെ കൂടെ ഇടുക. അപ്പോൾ വേണ്ട, ഒന്നിനും പോലെ ഒന്നായി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ സെറ്റായി വരുന്ന കാണാൻ പറ്റും നമുക്ക്. ഞാനിത് വലിയ രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ ഓലക്കീറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് അവസാനം ഡിസൈൻ വരെ ചെയ്യാൻ പറ്റും. ഡിസൈൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ആദ്യമേ ഇത് ഉണ്ടാക്കാൻ പഠിക്കാം. അപ്പോൾ അങ്ങനെ 3 ഓലക്കീർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 4ാമത്തെ ഓലക്കീറും വെച്ച് നമ്മൾ അവസാനത്തെ പിന്ന് പഠിക്കുകയാണ്. അപ്പം 4 മൂലയ്ക്കുമായി ഈ പിന്ന്. അപ്പോൾ ഈ പിന്ന് കുത്തി കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഇങ്ങനെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെടുക്കുക. തിരിച്ചിട്ടിട്ട് നമ്മൾ ഈ 4 ഇതളുള്ളതിന് നടുക്കുന്നുള്ള 2 ഓലക്കീർ എടുത്തിട്ട് അടിയിൽ കൂടെ പോയേക്കുന്ന ആ ഓലക്കീറിൽ നിന്ന് സംഭവം ഇങ്ങനെ, അതായത് നമ്മൾ കോണോട് എടുക്കുന്ന കണക്ക് എടുക്കുക. അപ്പോഴത്തെ ഒരു മൂലയാക്കി കിട്ടും. നമുക്ക് കണ്ട മനസ്സിലായോ? ഒരു മൂല കണക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു മൂല ആക്കിയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലോട്ടുള്ള സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു മുട്ടപ്പിന്നോ അല്ലെങ്കിൽ ഇറുക്കിലോ വെച്ച് കുത്താം. ഇത് മുട്ടപ്പിന്നായിരുന്നെങ്കിൽ നല്ല ഈസി ആയിരുന്നു. ഇതായതുകൊണ്ട് കുത്തുമ്പോഴത്തേക്ക് ഇത്തിരി പാടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ എതിർ സൈഡ് വരിക. അവിടെയും ഈ അടിയിൽ കൂടെ ഈ ഒരു സംഭവം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് അടിയിൽ കൂടെ വേണം എടുക്കാൻ, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പം അതണക്ക് എടുക്കുക. അപ്പം അടുത്ത മൂലമായിരിക്കുകയാണ്. നമുക്ക് വീടുകളിൽ ഫ്ലവേഴ്സ് ഇട്ട് വയ്ക്കാം. പെൻസില്, പേന, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതണം. അപ്പോൾ 3ാമത്തെ മൂലയും നമ്മൾ അതേ കണക്ക് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു മുട്ടപ്പിറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പാട് വരുന്നുള്ള അതല്ല, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം മുനയില്ലാത്ത ഇറക്കിലിട്ടാണ് കുത്തുന്നത്. പിരുന്നു പോയത്. അപ്പോൾ കുഴപ്പമില്ല, താൽക്കാലികമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ നിങ്ങളെ വീടുകളിൽ ഇത് ചെയ്ത് നോക്കുക. നിസ്സാരമായ നമ്മുടെ ഓലക്കീറിൽ നിന്ന് എടുക്കുന്ന ഓലക്കാൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കാനാണുള്ളത്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നാല് ഇതളിയിൽ നിന്ന് നടുക്കുള്ള 2 എടുത്തിട്ട് ഈ മുകളിലോട്ട് നിൽക്കുന്ന ഭാഗം അടുത്ത ഓലക്കീറിന് അടിയിൽ കൂടെ വേണം എടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആ മൂലയായി കിട്ടുള്ളൂ. അപ്പം 4 മൂല സെറ്റായിട്ടുണ്ട്. 4 മൂല. ഇത് ഇത്രയും വൃത്തി കുറവ് പറയുന്നത് നമ്മുടെ ഈ ഈർക്കിൽ വെച്ച് കുത്തിയേക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ മുനയിട്ട് എടുക്കണം ഈർക്കിൽ. ഇതിപ്പോൾ മുനയൊന്നും ഇട്ടിട്ടില്ല, പെട്ടെന്ന് ചെയ്യായിരുന്നു. അപ്പോൾ ഓക്കെ, 4 മൂലയായിട്ടുണ്ട്. നമുക്കത് ഇനി ഓല മുടയുന്ന കണക്ക് നമുക്ക് അത് മുടഞ്ഞെടുക്കാം. നോക്കുക, ഒന്ന് മുകളിൽ ഒന്ന് താഴെ, ഒന്ന് മുകളിൽ ഒന്ന് താഴെ, അങ്ങനെ ആ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓല മുടയുന്ന കണക്ക് മുടഞ്ഞ് മുകളിൽ കൊണ്ടുവന്ന് ഒരു പിന്നടിക്കുക. ഇതാണ് ഒരു പിന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്ത സൈഡ് നമുക്ക് കണക്ക് നെയ്ത് പോവാം. കാരണം ഈ ഓലക്കാലായതുകൊണ്ട് കട്ടി കുറവാണ്, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പാട് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനും വൃത്തിയായിട്ട് കാണാനും വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെയും നമുക്കൊരു മുട്ട പിന്ന് കൊടുക്കാം, അതിന് പിന്ന് കൊടുക്കാം. അപ്പോൾ 4 സൈഡിൽ ഇതൊക്കെ പിന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു എളുപ്പം ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് ചെയ്ത് അടുത്ത സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇളകി തുടങ്ങും. ഇവിടുന്ന് മൊത്തം വിളവി അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വരിഞ്ഞ് വന്നിട്ട് മുകളിലൊരു മുട്ട പിന്നോ അല്ലെങ്കിൽ ഇതണക്ക് ഈർക്കിലിൻ്റെ ഒരു പിന്നോ കുത്തുക. ഓക്കെ, നമ്മൾ മുടഞ്ഞ് ഈ ഒരു മോഡലിലാക്കിയൊക്കെയാണ്. അപ്പം ആദ്യമേ നമ്മൾ 8 ഓലക്കാലെടുത്ത് അതിൽ 4 ഓലക്കാല് കുറുക്കെ ഇട്ട് 4 ഓലക്കാല് നമ്മൾ അതിൻ്റെ ഒന്ന് മുകളിലായിട്ടും ഒന്ന് താഴെയായിട്ടും അങ്ങനെ ആ രീതിയിൽ ഓല മുടയുന്ന മുതൽ നമ്മൾ മുടഞ്ഞെടുത്തിരിക്കുകയാണ്. അതേപോലെ നമ്മൾ 4 മൂല ഉണ്ടാക്കി ആ മൂലയിൽ ഓരോ മുട്ടപ്പിന്നിന് പകരം നമ്മൾ ഈർക്കിൽ കുത്തിയിരിക്കുകയാണ്. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് കുറച്ച് മുടഞ്ഞിട്ട് അവിടെയും ഒരേ മുട്ടപ്പിന്ന് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പം അതണക്ക് 4 സ്ഥലത്തും മുടഞ്ഞ് വരിക, മുകളിൽ കൊണ്ടുവന്ന് കുത്തി വയ്ക്കുക. അപ്പം ഇതണക്ക് പിരിന്നു പോകത്തില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ ഒരു കെട്ട് കെട്ടുക. അതായത് നമ്മളെ ഓലക്കീറിൻ്റെ വള്ളി കൊണ്ട് തന്നെ നമുക്കത് കെട്ടിയെടുക്കാവുന്നതാണ്. ഓലക്കീറിൻ്റെ വള്ളി കൊണ്ട് തന്നെ നമുക്ക് അത് കെട്ടിയെടുക്കാം. ഇതേമാതിരി നമ്മൾ ഒരുപാട് മുകളിൽ പോകണ്ട, ചെറിയ ഒരെണ്ണം ഉണ്ടാക്കിയാൽ. അപ്പം ഈ ഒരു രീതിയിൽ വെച്ച് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ അത് കെട്ടിയിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ രീതിയിലൊക്കെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് സമാധാനത്തിൽ ചെയ്താൽ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയേക്കുന്ന ഈ ഓലക്ക് കീറ് നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിച്ച് മടക്കി നമ്മൾ തിരിച്ച് താഴോട്ട് ഓലക്കീറിന് ഇടയിൽ കൂടെ ഇതേപോലെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറ്റി വലിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്തതിൻ്റെ ഇടയിൽ കൂടെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതാണ്ട് നേരത്തെ കുത്തിയത് നമ്മളെ ഈർക്കിലൊക്കെ ഊരിക്കളയാവുന്നതാണ്. ഇനി നേരത്തെ കുത്തിയ ആ ഈർക്കിലുകളെല്ലാം ഊരിക്കളഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കുത്തി മുടഞ്ഞു പോവാം. ഇതിൻ്റെ ബാലൻസ് എല്ലാം ഇതിനൊക്കെ കയറ്റി വെച്ചാൽ നമ്മുടെ ഇതിന് ഒന്നും കൂടെ കട്ടി കൂടും. അപ്പോൾ എല്ലാം അത് കണക്ക് മടക്കി അടുത്തുള്ള ഇതിലോട്ട് കയറ്റുക. അപ്പം എല്ലാം അത് കണക്ക് ചെയ്യുക. ആദ്യം ഒരു സൈഡ് ചെയ്യുക, പിന്നെ നമുക്ക് അടുത്ത സൈഡ് ചെയ്യാം. അപ്പം നമ്മൾ ഒരു സൈഡ് മൊത്തം തിരിച്ച് നമ്മൾ അടുത്ത സൈഡിൽ കൂടെ കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് പോണ ഓലക്കീറ് തിരിച്ച് ഇങ്ങോട്ട് മുടക്കുക. മനസ്സിലായോ? അങ്ങോട്ട് പോണ ഓലക്കീറ് തിരിച്ച് മുടക്കുക, കോണോട് പോകണം. അത് മടക്കുകയും നേരെ നമ്മളെ തൊട്ടരികെ കാണുന്ന ആ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ
തിരിച്ച് വീണ്ടും നമ്മൾ ഓരോ ഹോളിൽ കൂടെ നമുക്ക് അത് എടുക്കാവുന്നതാണ്. എടുത്തെടുത്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇത്തിരി കട്ടി കൂടും അപ്പോഴത്തേക്ക്. അപ്പം നമ്മൾ ലാസ്റ്റ് അത് ഈ പരുവായിരിക്കുകയാണ്. നോക്കിയേ ഗൈസ്, അടിപൊളിയല്ലേ? ഇതേ കണക്ക് നമുക്ക് പനയോല കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതാണ് നമ്മൾ ഉണ്ടാക്കി തീർന്ന ആ സംഭവം. അതായത് പനയോല കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത്. ഓലക്കീറ് കൊണ്ടാണ്. അപ്പം ഇത് കണ്ട, നമ്മൾ ആദ്യമേ 8 ഓലക്കീറിനകത്താണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. 8, 16 ആക്കാം. അങ്ങനെ നമുക്ക് ഓലക്കീറിൻ്റെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് നമുക്ക് ഇത് വീതിയും കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഏറ്റവും ചെറുത മോഡലാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വലുതുണ്ടാക്കാം, ഏറ്റവും വലുതുണ്ടാക്കാം. അങ്ങനെ ഇതിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങളും ഇത് കണക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്കൂളുകളിലൊക്കെ പ്രവൃത്തി പരിചയമേളയ്ക്ക് പോകുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ്. അപ്പം ഇത് പനയോല കൊണ്ടുള്ള ഉൽപ്പന്നം കൊണ്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ താൽക്കാലികമായിട്ടാണ് ഈ ഓലക്കീറ് കൊണ്ട് ഉണ്ടാക്കി കാണിച്ചത്. നമ്മൾ പനയോല ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ഇതിനൊക്കെ ഓലക്കീറുന്ന കണക്ക് കീറിയെടുത്ത് വെള്ളത്തിൽ പുഴുങ്ങി ഉണക്കി വേണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വർഷം നമ്മുടെ വീട്ടിൽ ഒരു കേട് കൂടാതെ ഈ ഒരു സംഭവം ഇരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ പ്രവൃത്തി പരിചയമേളയ്ക്കൊക്കെ നിങ്ങൾക്ക് സ്കൂളുകളിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പുതിയ ഐറ്റംസൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ബൈ.